കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പരിഗണനയും പരിചരണത്തിൻ്റെയൊക്കെ കാലഘട്ടമാണ്. ആ അർത്ഥത്തിൽ അവരോട് ഇടപഴകിയിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിൽ അടിവരയിടേണ്ട ഒരു സംഗതി 15 മുതൽ 18 വയസ്സ് വരെ SSLC കഴിഞ്ഞതിന് ശേഷമുള്ള ആ സ്റ്റേജ് ഉണ്ടല്ലോ, 3 വർഷം വളരെ ക്രൂഷ്യലായ ഏജാണ്. അവിടെയാണ് ഒരു പാരൻറ്റിൻ്റെ റോള് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു കുട്ടി SSLCക്ക് ശേഷമാണ് +2-നിടയിലാണ് വഴി തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതൽ. നിങ്ങൾ ശരിക്കും നിരീക്ഷണം നടത്തി നോക്കൊണ്ടു. എല്ലാ ബാഡ് ഗാങ്ങിലേക്കും മോശപ്പെട്ട ലഹരിയിലേക്കും എല്ലാ വൃത്തികേടുകളിലേക്കും കുട്ടികൾ ആപതിക്കാനുള്ള ചാൻസുകൾ ഏറ്റവും കൂടുതലുള്ളത് ആ ഏജിലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കരുതുക, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആൻഡ് അപ്രോച്ച് കുട്ടികളോട് സ്വീകരിക്കണം. പ്രത്യേകിച്ച് അവരോട് പരുഷമായിട്ട് നമ്മൾ പെരുമാറാതിരിക്കുക. അവരെ നമ്മൾ കേട്ടു കൊടുക്കുക. ബി എ ഗുഡ് ലിസണർ. അവർക്ക് ഒരുപാട് കാര്യം നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടാവും. ആ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാവും. ആ അബദ്ധങ്ങൾ കേൾക്കുമ്പോൾ അവരെ കളിയാക്കാതെ അവരുടെ കൂടെ നിൽക്കാൻ, അവരെ തിരുത്താൻ, അവരെ ഒരു നല്ല ലിസണറായിട്ട് കേൾക്കാൻ നമുക്ക് പറ്റിയാൽ എല്ലാം കുട്ടികളും നമ്മളോട് പറയും. അപ്പോൾ അവർക്ക് വേണ്ടത് അങ്ങനെയുള്ള രക്ഷിതാക്കളെയാണ്. അല്ലെങ്കിൽ അവരൊന്നും നമ്മളോട് പറയില്ല. ഇപ്പോൾ FIR ഒക്കെ അവർ വന്ന് പറയുമ്പോൾ അതിൻ്റെ 2 വശങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ അവർ തീരുമാനം എടുക്കും. അല്ലാതെ ഒരു കാര്യത്തിൽ അവരെ നിർബന്ധിക്കരുത്. ഏതെങ്കിലും ഒരു തെറ്റ് എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലി നിരന്തരം വേട്ടയാടുക. ചില രക്ഷിതാക്കളുടെ ഏറ്റവും മോശപ്പെട്ട രീതി അതാണ്. പ്രത്യേകിച്ച് ഉമ്മമാർ മനസ്സിലാക്കേണ്ടത്, അവർക്ക് 35 or 40 പ്രായമായിട്ടുണ്ടാവും. അതേപോലെ അവരുടെ കുട്ടികൾക്ക് അബദ്ധം പിടഞ്ഞിട്ടുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ തിരുത്താനും തയ്യാറാണ്. തിരുത്തി കഴിഞ്ഞാലും സ്ഥായിയായിട്ട് ആ തെറ്റിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ആരായിരിക്കും? പാരൻസ് ആയിരിക്കും. പിന്നെ പലപ്പോഴും പുരുഷന്മാരായ രക്ഷിതാക്കളായ നമുക്ക് അതിന് വേണ്ടത്ര സമയം കിട്ടിയില്ല എന്ന് വരും. അവരുടെ പൾസ് കൃത്യമായിട്ട് അറിയാൻ ആർക്കാണ്? ഉമ്മമാർക്കാണ്. അപ്പോൾ ഉമ്മമാരുടെ ഒബ്സർവേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണുകൾ വേണം ഇരുപുറം എപ്പോഴും, ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് എന്ന് പറഞ്ഞത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു വിഷൻ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഒരു വിഷൻ, നമ്മുടെ പരിസരത്തിനെ കുറിച്ചുള്ള ഒരു വിഷൻ, അത് വേണം അല്ലേ? ആ കണ്ണുകൾ, ഈ 2 കണ്ണുകളല്ല, അതിനപ്പുറമുള്ള ഒരു ഉൾക്കണ്ണുണ്ടെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ കൂടെ കൂട്ടാനും നമ്മുടെ പരിസരങ്ങളൊക്കെ നല്ലതാക്കി മാറ്റാനൊക്കെ നമുക്ക് സാധിക്കും.